എടാ നീ ദോശ ഉണ്ടാക്കാണോ അതോ ചിത്രം വരക്കി? അരിയുടെ കൊന്നാണ് അങ്ങനത്തെ. ഔ ഔ എനിക്കൊരു ദോശ വേണം. കാഴ്ച കാണുകയാണോ? എന്താ? എടാ കൊച്ചനെ, ഈ പ്രായമൊക്കെ കഴിഞ്ഞാ ഞാനും വന്നത്. നിനക്ക് ദോശ വേണോന്ന്? ദോശ വേണ്ട, ഇച്ചിരി ഇറച്ചിയുടെ ചാറുതാ. ഈ ചാറിങ്ങനെ മോന്ത് കുടിക്കാതെ ഒരു ഇറച്ചി വാങ്ങിച്ച് തിന്നടാ. തിന്നണതിന് വിരോധമൊന്നുമില്ല, പക്ഷെ കാശ് ചോദിക്കരുത്. അതിന് നീ എന്റെ അളിയനോ അച്ഛനോ? ആര് വേണമെങ്കിലും ആകാം, അളിയനോ അച്ഛനോ മരുമോനോ. ആ രവിക്ക് ഇറച്ചിയുടെ ചാറിട്ട് കൊടുക്കണം. അച്ഛൻ കാണണ്ട, വേഗം കഴിച്ചു. ഉറക്കം വരുന്നെന്നും പറഞ്ഞ് കിടക്കാൻ പോയ പെണ്ണ ഇതിനകത്ത് കിടന്ന് തിരുവാതിര കളിക്കുന്നു. ഞാൻ പൊക്കോളാം എന്റെ അമ്മേ. ഓരോരുത്തർ അവിടെ ഇരുന്നിട്ട് ഓന്തരെ പോലെ നീര് കുടിക്കുക. കൂടാൻ താറാമുട്ട പൊഴിക്കുന്നത് ആർക്കെങ്കിലും വേണോ? വേണോടാ രവി? വയറ് ഫുള്ളായി, വേണ്ടമ്മായി. എന്നെ പൊള്ളിച്ചു ഈ കാലം. അമ്മണി ചൂട് കുറവായിരുന്നു. ഞാനല്ല, നീയാണ് എന്നെ ഇടിച്ചത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിക്രമം കാണിക്കരുത്, ആളുകൾ കാണും. തെറ്റ് വില കളയരുത്. കണ്ണിലെന്താ വെള്ളരി ഊത്തിയിരിക്കായിരുന്നു? എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ അവളെ നാഭിയാ ചവിട്ടി കരയ്ക്കാറ്. എന്റെ പരമേട്ടം ഒന്നും മിണ്ടാതിരിക്കും. ഇനി അവരെ ഇന്ന് കിട്ടണോ? എന്റെ അടിയൻ എന്നെ പല പ്രാവശ്യം വന്ന് വിളിച്ചതാ. പരമോ നീ എന്റെ അടുത്തേക്ക് പോരെ, നിന്നെ ഞാൻ നോക്കിക്കോളാന്ന്. ഇവളി മോളെ ആലോചിച്ചിട്ടാ ഞാൻ. അല്ല ഞാൻ എന്റെ പാട് നോക്കി അങ്ങോട്ടാ പോവും. അമ്മാനെ ചായ തന്നിട്ട് പോ. ചായ എടുക്കാൻ തന്നെ ഇടയിൽ പോണത്. ഞാൻ വിചാരിച്ച അളിയന്റെ അടുത്തേക്ക് ഉടനെ പോവാണെന്ന്. ഞാൻ റെഡി. വാ. കുട്ടികൃഷ്ണ, എന്താണ് ചട്നി സാമ്പാറിനൊരു മധുരം? അതേ, സുന്ദരിമാരുടെ കൈ തൊട്ടിട്ട. അയ്യടാ, ചിരി കാണാൻ എന്തൊരു ചേല്. അമ്മായി, 2 ദോശ ഇടണമല്ലോ. ഇടി പെണ്ണേ, അവിടെ ദോശ കൊടുക്ക. നല്ല വാടിവത്ത ദോശ. ഇവിടെ ചായയാണോ കാപ്പിയാണോ വേണ്ടത്? രണ്ടിലേതാ വേണ്ടതെന്നാ ഒരു പ്രശ്നം. രണ്ടും ഒന്നിനൊന്ന് മെച്ചം. എന്നാ രണ്ടും അങ്ങ് എടുത്തോടാ, രണ്ടും കൊള്ളാം. താൻ ചായയാണോ കാപ്പിയാണോ ചോദിച്ചത്? ഇഷ്ടമുള്ളത് വയ്യേ. എന്താടാ നിന്റെ മുഖത്ത് ഇത്ര ഗൗരവം? നോക്കി കൊല്ലല്ലേ മനുഷ്യനെ. എടാ പിള്ളാരെ, അധികം വേണ്ടടാ, എറിഞ്ഞു പാട്ടല്ലേ, ഒന്ന് ജീവിച്ചോട്ടെ. എന്താ ശ്രീധര, നിന്റെ മുഖത്തിനൊരു തെളിച്ചമില്ലാത്ത? അത് നിങ്ങൾ നാട്ടിലെ വോൾട്ടേജിന് കുറവുണ്ടാ? കള്ളും ചാരായം കുടിച്ച് കണ്ണുമുഖം ഇരിക്കുന്നു കണ്ടില്ലേ? നിങ്ങളുടെ കാശൊന്നും അല്ലല്ലോ, ഞാൻ പണിയെടുക്കണ കാശാ. അമ്മായിയേ, ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഓ, ഞാൻ പറഞ്ഞു ഇങ്ങ എടുത്തേ. പിൻവലിച്ചു. അല്ല അത് പോട്ടെ, ഇവിടെ തിന്നാൻ എന്തിന് വയറ് കത്തുന്നു? ഇഡലി, ദോശ, പുട്ട്, കടല, പെറോട്ട, ഇറച്ചി. ഒരു കാര്യം ചെയ്യും, ഒരു കഷ്ണം കടലാസിലെല്ലാം കൂടി ഇരിക്കെ. ആരെങ്കിലും വരുന്ന സമയത്ത് ഒറ്റ എണ്ണത്തിനെ കാണുകയില്ല. എടീ സീതേ, അതാ വിളിക്കണ മോളെ, അങ്ങോട്ട് ചെല്ലേ. എനിക്ക് വയ്യ. എന്തൊക്കെ കമന്റ് അവറ്റോള് പറയണെന്നറിയോ? മോളെ അതൊന്നും ശ്രദ്ധിക്കണ്ട. ഒന്നും കണ്ടില്ല കേട്ടില്ല നടിച്ചാ മതി. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ വിളിച്ച കേട്ടില്ലേ? കടയിൽ ആള് വന്നിരിക്കുന്നു. ഇനി അതിന് എന്റെ കൈ തന്നെ വേണോ? അമ്മണി, ഞാൻ നോക്കിക്കോളാം. അപ്പൊ ചായ എടുക്കുന്നതോ? രണ്ടും ഞാൻ തന്നെ ചെയ്യുന്നത്. എവിടെ പിന്നെ എന്തിനാ ഇവിടെ? പൂ വിട്ട് പൂജിക്കാനോ?
അമ്മായി, അടുക്കളയിൽ എന്ത് പണിയും ഞാൻ ചെയ്തോളാം. ദേവി ഇത് ഈ വണ്ടിക്കാരുടെ കളിയാക്കൽ കേൾക്കാൻ എന്നെ വിടരുത്. കളിയാക്കിയെന്നോ? ആര്? അവര് വല്ല തമാശ പറഞ്ഞ എന്താ ഉരുവി പോവോ? ഇങ്ങനെ തമാശ പറയണേ? ആണുങ്ങളാവുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോന്നിരിക്കും. ഒരു പിടിച്ചൊന്നുമില്ലല്ലോ. അമ്മണി, അവർക്ക് ഇതൊന്നും കേട്ട് ശീലമില്ല. അയ്യോ, ആര്? ശീലാവതിയോ? അത്രയ്ക്ക് ബാധ്യതയൊന്നും ആകണ്ട. ആണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ഒന്ന് ചിരിച്ചു കാണിച്ചാ എന്താ തേഞ്ഞു പോവോ? എവളെ പോലെ തന്നെ അല്ലയോ സുമതി? അവളിപ്പം കണ്ണിരുന്ന് ഒലിപ്പിക്കുന്നില്ലല്ലോ. അവളെ പോലല്ലോ ഇവള്. ആ, ഇവക്കെന്താ വേറെ വല്ലതും ഉണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. 4 പേരുടെ കച്ചവടം കൂടുതൽ കിട്ടിയാൽ എന്താ കയ്ക്കൂ? പെൺപിള്ളാരെ കാണിച്ച് കച്ചവടം പിടിക്കാനായിരിക്കും. എന്റെ ശ്രീധര, നീ വെറുതെ വേണ്ടാത്ത കാര്യത്തിലൊന്നും ഇടപെടാണ്ട് എന്താ വേണ്ടെന്ന് വെച്ചാ തിന്നിട്ട് പോകാൻ നോക്ക്. എന്റെ നാക്കി ഓർന്നു വരുന്ന ശ്രീധര, നീ അവിടെ എങ്ങാനും പോയി. ആ മോളെ, ശ്രീധരേട്ടൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കും. നീതിന്യായവും പറയുന്നവരെ എനിക്കറിയാം. ഇപ്പൊ ഹരിചന്ദ്രന്മാരാകുന്നു. അവിടെ എന്താ വേണ്ടേ? മുട്ടുമുട്ടക്കറി രണ്ടാക്കും. നിങ്ങൾ എന്താണ് വേണ്ടാത്തതിലൊക്കെ ചെയ്യുന്ന തലർന്നത്? വേണ്ടാത്താണെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് തന്നെ. നമ്മളെ പഴയ കുറ്റിയല്ലേ ഇതാ. എന്താടേ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയോ? ലോട്ടറി കച്ചവടം? ഇത് സൈഡ് ബിസിനസ്. 2 കച്ചവടം കൂടി ഇപ്പോൾ കാശ് കുറച്ച് ഉണ്ടാക്കണ്ടല്ലോ. ഓ, എന്ത് കാശ്? നിന്റെ വാക്കിന് വിലയുണ്ടെന്ന് മനസ്സിലായി. ഇത് തോമാസ് മുതലാളുടെ വണ്ടിയാ. ഞാൻ അറിഞ്ഞു. താമസം ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. ആ, പിന്നെ നീ എന്താന്ന് വരാഞ്ഞേ? ഇപ്പൊ എന്റെ ഈ കാശുണ്ട്, നമുക്കൊന്ന് കൂടണ്ടേ? ഞാൻ വേണി മാറി തരട്ടോ. ഞാൻ നമ്മള് നാരായണന്റെ ചാരാ ഷോപ്പ് പോയി കുടിക്കോളാം. പോടാ. ഞാൻ ഒരു പ്രശ്നമല്ല. ഇന്ന് രാത്രി എങ്ങനെ? ഇല്ല, ഞാനത് നിർത്തി. അത് കൊള്ളാം. നീ ഡിമാൻഡ് ഒന്നും കൂട്ടണ്ട. പറയണ കാശ് ഞാൻ തരാറില്ലടി. എനിക്കിനി ആ കാശ് ആവശ്യമില്ല. എന്റെ കുമാരേട്ടൻ മരിച്ചു. എനിക്കിപ്പോ മരുന്ന് വാങ്ങണ്ട. ദിവസവും 60 രൂപ ഉണ്ടാക്കണ്ട. 24 മണിക്കൂറും എന്റെ മോന്റെ കൂടെ കഴിയാൻ എനിക്ക്. വേണ്ട ശ്രീധരേട്ട, ഇനി നിങ്ങളുടെ കാശ് ഞാൻ വാങ്ങില്ല. കുമാരേട്ടൻ മരിക്കണവരെ ഞാൻ ചെയ്യണതില് എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല. ദിവസവും മരുന്ന് വാങ്ങണം, കാശുണ്ടാക്കണം. ഇപ്പൊ അത് വേണ്ട. 60 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് മോനും ഒരാഴ്ച കഴിഞ്ഞുകൂടാ. അത് ഞാൻ ഈ ടിക്കറ്റ് വിറ്റുണ്ടാക്കുന്നുണ്ട്. ഇനി ശരീരം വിറ്റാല് ഞാൻ എന്നെ വെറുത്തു പോകും. വാങ്ങില്ല. ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല. ടിക്കറ്റ് എടുക്കാമോ? ഒരെണ്ണം. കേരള, മാതൃഭൂമി, ഭൂട്ടാൻ, മേഘാലയ, ഏതെങ്കിലും ഒരെണ്ണം. കുഞ്ഞാലിക്ക 10 ലക്ഷം മെമ്പറാ. കീറട്ടെ. ഏയ് 10 രൂപ. പോട്ടെ, വാ മോനെ. ശ്രീധരേട്ടൻ പോണ്ടേ?